ജിസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്കൗണ്ടൻസിനകത്ത് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബാഡ് ഡെപ്റ്റ് എന്നുള്ളത്. ആദ്യം എന്താണ് ബാഡ് ഡെപ്റ്റ് എന്ന് നോക്കാം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറിക്കവറബിൾ ഡെപ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ബാഡ് ഡെപ്റ്റ്, സം ഓഫ് ദ ഡെപ്റ്റ് വിച്ച് ഡെപ്റ്റ്സ് ഓൺഡ് ബൈ കസ്റ്റമേഴ്സ് മേ ഗോ ബാഡ് ഇൻ എവറി ഇയർ. ബാഡ് ആവുമെന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. ദിസ് ഹാപ്പൺ ഡ്യൂ ടു ദ ഇൻകപ്പാസിറ്റി. അവർ കൃത്യമായിട്ടവർക്ക് അവരുടെ ഡ്യൂ എന്നുള്ളത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ബാഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സച്ച് ഡെപ്റ്റ്സ് വിച്ച് ബിക്കം ഇറിക്കവറബിൾ ആർ കോൾഡ് ബാഡ് ഡെപ്റ്റ്. ഇറിക്കവറബിൾ ഡെപ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ബാഡ് ഡെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ഹാവ് ടു ബി റിട്ടേൺ ഓഫ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിട്ടേൺ ഓഫ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ് എൻട്രി ഉണ്ട്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. എന്താണ് ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റ് ടു സൺഡ്രി ഡെപ്റ്റർ അക്കൗണ്ട് എന്നുള്ളത്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് അറ്റ് ടു സൺഡ്രി ഡെപ്റ്റർ അക്കൗണ്ട്, അതായത് ഇത് സൺഡ്രി ഡെപ്റ്റർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത് കുറച്ച് കാണിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഈ ഒരു ഐഡിയ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് താഴത്തെ ചെറിയൊരു പ്രോബ്ലം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, നോക്കാം. ഫോളോയിങ് ആർ ദ എക്സ്ട്രാക്ട്സ് ഫ്രം ദ ട്രയൽ ബാലൻസ് ഓഫ് ദ നവോമി ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2003. അതായത് 31 മാർച്ച് 2003 നവോമി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. മുഴുവൻ തന്നിട്ടൊന്നുമില്ല. നമ്മൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫോർമേഷനും എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു ഭാഗം മാത്രമേ തന്നിട്ടുള്ളൂ. സാധാരണ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗവും കുറേ ഐറ്റംസ് ഉണ്ടാവും. അതിനകത്ത് വരുന്നൊരു ഐറ്റമാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അതായത് സൺഡ്രി ഡെപ്റ്റർ എന്ന് തന്നിട്ടുണ്ട് 30,400 രൂപ സൺഡ്രി ഡെപ്റ്ററിൻ്റെ എമൗണ്ട് എന്നുള്ള പറഞ്ഞ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് എന്താണെന്ന് നോക്കാം. അതിനകത്തുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻഫോർമേഷനും പറഞ്ഞിട്ടുണ്ട്. അതായത് ബാഡ് ഡെപ്റ്റ് എന്നുള്ളത് 400 ആണ് അഡീഷണൽ ഇൻഫോർമേഷനകത്തുള്ളത്. യു ആർ റിക്വയർഡ് ടു പാസ് ജേണൽ എൻട്രി ടു അഡ്ജസ്റ്റ് ദ ബാഡ് ഡെപ്റ്റ് ഇൻ ടു അക്കൗണ്ട്സ് ആൻഡ് ഷോ ഹൗ വുഡ് ഡീൽ വിത്ത് ദ ഐറ്റം ഇൻ ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് നവോമി. ഈ ഒരു ഐറ്റം നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിനകത്തും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബാഡ് ഡെപ്റ്റിനകത്തുള്ള കുറേ രീതിനകത്തല്ല ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രയൽ ബാലൻസിനകത്ത് വരുന്നത്, പിന്നെ അഡീഷണൽ ഇൻഫോർമേഷനകത്ത് വരുന്നത്, ട്രയൽ ബാലൻസിനകത്തും അഡീഷണൽ ഇൻഫോർമേഷനകത്തും വരുന്നത്, പിന്നീട് പ്രൊവിഷൻ വരുന്നത്, അങ്ങനെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും പറയുന്നതാണ്. അപ്പം നോക്കാം. ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്നുള്ളത്? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ടു സൺഡ്രി ഡെപ്റ്റർ അക്കൗണ്ട് എന്നുള്ളത്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ടു സൺഡ്രി ഡെപ്റ്റർ അക്കൗണ്ട് എന്നുള്ള അഡ്ജസ്റ്റ് എൻട്രിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എത്രയാണ് ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട്? 400 രൂപ. അതായത് അഡീഷണൽ ഇൻഫോർമേഷനകത്ത് പറഞ്ഞിട്ടുള്ള ബാഡ് ഡെപ്റ്റിൻ്റെ 400 എമൗണ്ട് നമ്മളവിടെ എഴുതുന്നു. ദെൻ ഈ ബാഡ് ഡെപ്റ്റ് എന്നുള്ളത് എവിടെ കൂടി കാണിക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് കൂടി കാണിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് കാണിക്കുന്നു. അതിൻ്റെ എൻട്രിനോട് എഴുതിയിട്ടുള്ളത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വെച്ചിട്ട് ബാഡ് ഡെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതായത് ബാഡ് ഡെപ്റ്റ് എന്നുള്ളത് അഡീഷണൽ ഇൻഫോർമേഷനകത്താണ് ബാഡ് ഡെപ്റ്റിൻ്റെ വാല്യൂ ഉള്ളതെങ്കിൽ അതിൻ്റെ നമ്മൾ ആ ഒരു വാല്യൂ എന്നുള്ളത് സൺഡ്രി ഡെപ്റ്ററിൽ നിന്ന് കുറച്ച് കാണിക്കും എന്നുള്ളതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. പിന്നീട് എവിടെയും കൂടി കാണിക്കും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് കൂടി കാണിക്കുന്നു. ആ രണ്ട് ട്രീറ്റ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്തോട് കാണിക്കുന്നത്. ഇവിടെ എഴുതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ലൈബിലിറ്റി അല്ല, ലൈബിലിറ്റി അസറ്റ് അല്ല. ഇത് പർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യും? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് 400 രൂപയും കാണിക്കുന്നു. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് വരുന്നത്? നെക്സ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിനകത്തോട്ട് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു ഐറ്റം മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു ഐറ്റം മാത്രം ഇവിടെ നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് എന്താണ് സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30,400 എന്നുള്ളത് ഇന്ന കോളത്തിനകത്ത് എമൗണ്ട് എഴുതുന്നു. എന്നിട്ട് ഈ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത് കുറക്കുന്നു. എവിടെയുള്ള ബാഡ് ഡെപ്റ്റാണ്? അഡീഷണൽ ഇൻഫോർമേഷനകത്തുള്ള ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ടാണ് കുറക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ട്രയൽ ബാലൻസിനകത്ത് ബാഡ് ഡെപ്റ്റ് വരുന്ന കേസൊക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിനകത്ത് പറയാം. ഇവിടെ അഡീഷണൽ ഇൻഫോർമേഷനകത്ത് വരുന്ന ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് എന്നുള്ള ഇവിടെ നിന്ന് കുറച്ച് കാണിക്കുന്നു. ബാക്കിയുള്ള ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് ഭാഗത്ത് ഔട്ടർ കോളത്തിനകത്ത് എമൗണ്ട് എന്നുള്ളത് എത്ര കാണിക്കുന്നത്? 30,000 എമൗണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ട്രയൽ ബാലൻസിനകത്ത് സൺഡ്രി ഡെപ്റ്റർ ഉണ്ട്, അഡീഷണൽ ഇൻഫോർമേഷനകത്ത് ബാഡ് ഡെപ്റ്റ് ഉണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. ഈ ചാനലിലൂടെ കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. അത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.